ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചുവെന്ന ചാക്രിയ ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഈ ചാക്രിയ ലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുക. 78 ഖണ്ഡിക മുതൽ 91 വരെയുള്ള ഖണ്ഡികകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 78 മുതൽ 81 വരെയുള്ള ഭാഗങ്ങളിൽ മജിസ്റ്റീരിയത്തിൻ്റെ സമീപകാല പഠനങ്ങളെക്കുറിച്ചും 82 മുതൽ 91 വരെയുള്ള ഭാഗങ്ങളിൽ ഖണ്ഡികകളിൽ കൂടുതൽ ചിന്തകൾ, കാലിക പ്രസിദ്ധിയുള്ള കൂടുതൽ ചിന്തകളെക്കുറിച്ചുമാണ് പറയുക. അതായത് എല്ലാം തിരുഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ഈ രണ്ട് പ്രധാന ഖണ്ഡികയിലാണ് നമ്മുടെ പഠനങ്ങൾ ഇന്നത്തെ ദിവസം മുന്നോട്ട് പോവുക. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയും ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും ആധുനിക ലോകത്തിലെ പ്രസക്തിയും ആണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് 78 ഖണ്ഡികയിൽ നിന്നും തുടങ്ങാം. 78 ഖണ്ഡികയിൽ ചരിത്രപ്രധാനമായ സ്ഥാനം, തിരുഹൃദയത്തിന് ഒരു ചരിത്രപ്രധാനമായ സ്ഥാനമുണ്ട് എന്നാണ് പറയുക. ക്രിസ്തുവിൻ്റെ ഹൃദയം ക്രൈസ്തവരുടെ ആത്മീയതയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനമുണ്ടായിരുന്നു എന്ന് ഈ ചാക്രിയ ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പൂർവികർ തിരുഹൃദയ ഭക്തിയിൽ അഗ്രഗണ്യരായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ, ഭവനങ്ങളിൽ നമ്മൾ മുൻ പ്രവേശനവാതിലിന് ഫ്രണ്ടിലായിട്ട് തിരുഹൃദയത്തിൻ്റെ രൂപമാണ് എപ്പോഴും വച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ പൂർവികരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആത്മീയതയുടെ പ്രധാന സ്ഥാനം ഈ ഈശോയുടെ തിരുഹൃദയത്തിന് കൊടുത്തിരുന്നു. ഇത് കേവലം ഒരു പുതിയ ഭക്തിയല്ല എന്നും മറിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആരംഭം മുതലേ വേരൂന്നിട്ടുണ്ടെന്നും പറയുന്നത് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുക. അതിൻ്റെ കാരണങ്ങൾ കുറച്ച് പറയുന്നുണ്ട്. നമ്മൾ ഈ ചരിത്രപരമായ സ്ഥാനമാണ് നോക്കുക. ഒന്ന്, പരിശുദ്ധ പിതാവ് ആമുഖമായി പറഞ്ഞിരിക്കുന്നതാണ്. ഇത് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് സഭയുടെ ആരംഭം മുതൽ തന്നെ ഇതുണ്ടായിരുന്നുവെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. ഇതിന് കൃപയുടെ ഉറവിടമാണ്. തിരുവെഴുത്തുകളിലും സഭാജീവിതത്തിലെ ആദ്യ നൂറ്റാണ്ടുകളിലും കർത്താവിൻ്റെ മുറിവേറ്റ വിലാപ്പുറത്ത്, അതായത് ഈശോയുടെ കുരിശിലെ മുറിവേറ്റ വശമെന്ന് പറയുന്നത്, ആ വിലാപ്പുറത്ത് നിന്നും ഒഴുകിയ രക്തവും വെള്ളവും കൃപയുടെ ഉറവിടമായും സ്നേഹനിർഭരമായ ഒരു കണ്ടുമുട്ടലിനുള്ള ക്ഷണമായിട്ടും അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ഇത് ഈശോയുടെ സഹനത്തെയും സ്നേഹത്തെയും എടുത്തു കാണിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ടാണിത് കൃപയുടെ ഉറവിടമായിട്ടാണ് ഈശോയുടെ തിരുഹൃദയം അവിടുത്തെ തിരുപിലാവിൽ നിന്നും തിരുജലവും തിരുരക്തവും ഒഴുകിയെന്നും ഇത് കൃപയുടെ ഉറവിടവുമായിട്ട് ആദ്യ നൂറ്റാണ്ടുകളിലും സഭാജീവിതത്തിലുമൊക്കെ ഈ തിരുവെഴുത്തുകളിലുമൊക്കെ ഈ ഒരു കാര്യം കാണുന്നുണ്ട്. വിശുദ്ധന്മാരുടെ രചനകളിൽ, അന്ന് പഴയകാലത്തുണ്ടായിരുന്ന വിശുദ്ധരുടെയും ഇന്നുള്ള നിരവധി വിശുദ്ധന്മാരുടെ രചനകളിൽ അവരുടെ പഠനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ തിരുഹൃദയ ഭക്തി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആത്മീയതയുടെ പ്രതിഫലനം അവരുടെ ജീവിതവും അതിലെ പഠനങ്ങളുമൊക്കെ ഈ തിരുഹൃദയ ഭക്തിയിലേക്ക് അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി. അതായത് വിശുദ്ധരുടെ രചനകൾ, അവരുടെ ജീവിതം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോഴൊക്കെ അവരുടെ ആത്മീയതയുടെ ഒരു പ്രതിഫലനമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് ആ തിരുഹൃദയ ഭക്തിയെ കണ്ടിരുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സമീപ നൂറ്റാണ്ടുകളിൽ ഈ ഒരു ആത്മീയത ക്രമേണ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ ഒരു പ്രത്യേക രൂപം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതൊരു പരിണാമ ഭാവമാണ്, ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്. നേരത്തെ ഇത് കൃപയുടെ ഉറവിടമെന്നത് സാധാരണ മനുഷ്യർ അത് സ്വന്തമായി ജീവിച്ചിരുന്നു, ആത്മീയതയിൽ ജീവിക്കാൻ പരിശ്രമിച്ചു. വിശുദ്ധരുടെ രചനകളിലും അവരുടെ ജീവിത ചരിത്രങ്ങളിലൊക്കെ പഠിക്കുമ്പോഴും ഈ തിരുഹൃദയത്തോടെ ഭക്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെയൊക്കെ ഏകീകരിച്ചുകൊണ്ട് ഒരു പരിണാമം സംഭവിക്കുന്നുണ്ട്. ഇത് ഈശോയുടെ
തിരുഹൃദയത്തോടുള്ള പ്രത്യേക ഭക്തി രൂപീകൃതമായി. ഇതൊരു സ്വാഭാവിക വളർച്ചയുടെ ഒരു ഭാഗമായിരുന്നുവെന്നാണ്, അതാണ് ഈ ഒരു ചരിത്രപരമായ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് നമ്മോട് ഈ ചാക്കര ലേഖനത്തിലൂടെ പറയുന്നത്. 79-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 78 മുതൽ 81 വരെയുള്ള ഖണ്ഡികകൾ മജിസ്തീര്യത്തിൻ്റെ പഠനങ്ങളാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചിരുന്നു. സത്യത്തിൽ 79 മുതലാണ് മജിസ്തീര്യത്തിൻ്റെ പഠനങ്ങൾ ആരംഭിക്കുക. എന്താണ് മജിസ്തീര്യം എന്നൊരു പക്ഷേ നമുക്ക് ഒരു ചിന്ത വന്നേക്കാം. റോമൻ കത്തോലിക്ക സഭയുടെ ആധികാരിക പഠന അല്ലെങ്കിൽ അധ്യാപന ഓഫീസിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മജിസ്തീര്യം എന്ന് പറയുന്നത്. ആധികാരികമായ അധ്യാപന ഓഫീസാണ്. അതിൽ മാർപ്പാപ്പായും മെത്രാന്മാരും ഉൾപ്പെടുന്നതാണ്. സഭയുടെ പഠിപ്പിക്കലുകൾ വ്യാഖ്യാനിക്കുന്നതും സംരക്ഷിക്കുന്നതും വിശ്വാസം, ധാർമ്മികത, ഉപദേശങ്ങൾ എന്നിവയിൽ വിശ്വാസികളെ വളർത്തുന്നതും നിലനിർത്തുന്നതുമൊക്കെ ഈ മജിസ്തീര്യത്തിൻ്റെ പഠിപ്പിക്കലുകളാണ്. അതുകൊണ്ട് മജിസ്തീര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ മുൻഗാമികളുടെ പഠനങ്ങളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ മുൻഗാമികളായ മാർപ്പാപ്പമാരുടെ ഈ തിരുഹൃദയത്തെക്കുറിച്ചുള്ള, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. അതുകൊണ്ട് മുൻഗാമികൾ പഠിപ്പിച്ച തിരുഹൃദയത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ തിരുഹൃദയ ആരാധനയെക്കുറിച്ച് പരിശുദ്ധ മാർപ്പാപ്പ ഈ ഖണ്ഡികയിൽ പറയുകയാണ്. ഒന്ന്, മാർപ്പാപ്പമാരുടെ പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ മുൻഗാമിയായ പല മാർപ്പാപ്പമാരെയും യേശു ക്രിസ്തുവിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഈ ഭക്തിയുടെ സഭാപരമായ അംഗീകാരത്തെയും പ്രാധാന്യത്തെയും ഒന്ന് പറയുന്നുണ്ട്. മുൻ മാർപ്പാപ്പമാർ പറഞ്ഞ കാര്യങ്ങൾ, തിരുഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധ പിതാവോട് എടുത്തു പറയുമ്പോൾ ഈ ഭക്തിയെ സഭ അംഗീകരിച്ചിട്ടുണ്ട്. അതാ വലിയ പ്രാധാന്യത്തെ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ പിതാവ് ഈ ഒരു കാര്യം ഇവിടെ ചെയ്യുക. ലിയോ 13 മാർപ്പാപ്പ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് മാർപ്പാപ്പ തിരുഹൃദയത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാനും ക്രിസ്തുവുമായി ഐക്യത്തിലാകാനും അവൻ്റെ അനന്തമായ സ്നേഹത്തെ അത്ഭുതത്തോടെ നോക്കിക്കാണാനും നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ലിയോ 13 മാർപ്പാപ്പ പറയുന്നതാണ്, തിരുഹൃദയത്തിന് നമ്മെ തന്നെ സമർപ്പിക്കണം, ക്രിസ്തുവുമായി ഐക്യത്തിലാകണം, അവൻ്റെ അനന്തമായ സ്നേഹത്തെ അത്ഭുതത്തോടെ നോക്കിക്കാണാനും പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഒരു സമർപ്പണം, കോൺസക്രേഷൻ നടത്തുകയാണ്. അതാണ് തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുകയാണ്, സമർപ്പിക്കുകയാണ്, നമ്മെ തന്നെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയാണ്. ആ ഒരു കാര്യമാണ് ലിയോ 13 മാർപ്പാപ്പ പറയുന്നതാണ് പരിശുദ്ധ പിതാവ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ ഭക്തിയെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സംഗ്രഹമായിട്ടാണ് 11 പിയൂസ് മാർപ്പാപ്പ കാണുന്നത്. അതായത് തിരുഹൃദയ ഭക്തിയെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സംഗ്രഹം എന്നിട്ടാണ് കാണുക. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതൽ ഈ ഭക്തിയിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് 11 പിയൂസ് മാർപ്പാപ്പ പറയുകയാണ്. അങ്ങനെ പിയൂസ് 11 മാർപ്പാപ്പ പറയുന്ന 2 കാര്യമാണ്. ഒന്ന്, ഈ ഭക്തിയെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സംഗ്രഹമാണെന്നും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതൽ ആണ് എന്നും ഈ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പിയൂസ് 11 മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിയൂസ് 12 മാർപ്പാപ്പയും ക്രിസ്തുവിന് നൽകേണ്ട ആരാധനയുടെ ഏറ്റവും മഹത്തായ പ്രകടനമാണ് തിരുഹൃദയ ആരാധന എന്ന് വ്യക്തമാക്കുകയാണ്. ക്രിസ്തുവിന് നൽകേണ്ട ആരാധന, ആ ആരാധനയുടെ ഏറ്റവും മഹത്തായ പ്രകടനമാണ് തിരുഹൃദയ ആരാധന. അതായത് ഈ ഭക്തിയുടെ ഒരു ലിറ്റർജിക്കൽ പ്രാധാന്യം, ഒരു ആരാധനാക്രമപരമായ ഒരു പ്രാധാന്യത്തെ കൂടി ഈ 12 പിയൂസ് മാർപ്പാപ്പയുടെ ഈ പറച്ചിലോടുകൂടി അല്ലെങ്കിൽ ആ ഒരു വാക്കോടുകൂടി ആവർത്തിക്കപ്പെടുകയാണ്. ഈ 3 മാർപ്പാപ്പമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, തൻ്റെ മുൻഗാമികളായിരുന്ന മാർപ്പാപ്പമാർ ഈ തിരുഹൃദയ ഭക്തിക്ക് സ്ഥാനം കൊടുത്തിരുന്നു എന്ന കാര്യം ഇത് സഭയുടെ പഠനമാണ് എന്നും അത്
സഭ അംഗീകരിക്കുന്നതാണെന്നും അതിന് പ്രാധാന്യമുള്ളതാണെന്നും പരിശുദ്ധ പിതാവ് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. 80-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് ഈ ഖണ്ഡികയിൽ നമ്മൾ കാണുക. ഭക്തിയുടെ ഒരു വളർച്ചയുടെ കാരണം, തിരുഹൃദയ ഭക്തിയുടെ വളർച്ചയുടെ കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമീപ നൂറ്റാണ്ടുകളിൽ ഈ തിരുഹൃദയ ഭക്തി വളരാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ സമ്പന്നതയെ അവഗണിച്ച കാർക്കശ്യവും നിർജീവവുമായ ഒരു ആത്മീയത ഉദയം ചെയ്തിരുന്നു. അതാണ് ജാൻസനിസം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തേക്കാൾ കൂടുതൽ നീതിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഭക്തിക്രമം. അങ്ങനെയുള്ളൊരു ആത്മീയത, കർക്കശവും നിർജീവമായൊരു ആത്മീയത ഉദയം ചെയ്തപ്പോൾ അതിനുള്ള പ്രതികരണമായിട്ടാണ് പെട്ടെന്ന് ഈ തിരുഹൃദയ ഭക്തി വളർന്നു വരാനുള്ള ഒന്നാമത്തെ കാരണം. എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് പറയുക. ഇപ്പോൾ ജാൻസനിസം എന്നാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കാരുണ്യത്തേക്കാൾ നീതിക്ക് പ്രാധാന്യം നൽകി മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പഠിപ്പിച്ച ഒരു ദൈവശാസ്ത്ര പ്രസ്ഥാനമായിരുന്നു ജാൻസനിസം. ഇത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ അകറ്റി നിർത്തി. ജാൻസനിസം എന്ന് പറഞ്ഞാൽ മനുഷ്യന് പാപത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പഠിപ്പിച്ച ഒരു ദൈവശാസ്ത്ര പ്രസ്ഥാനം ജാൻസനിസം. ആ ഒരു സമയത്താണ് ഈ തിരുഹൃദയ ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടിത്തുടങ്ങിയത്. അതിൻ്റെ കാരണം ഇതേ ഉള്ളൂ. ഈ പാപമോചനം കിട്ടുക ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധം മനുഷ്യർക്ക് ഇല്ലാതായി പോകുന്നതായി കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്തുന്ന ഒരു ദൈവശാസ്ത്ര പ്രസ്ഥാനമായിരുന്നു ജാൻസനിസം വളർന്നതുകൊണ്ട് ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന തിരുഹൃദയ ഭക്തി അവിടെ ഉദയം ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു ഭക്തി ഭയങ്കരമായിട്ട് വളർച്ചയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തുവെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു. അതുപോലെ തന്നെ മതേതരവൽക്കരണത്തോടുള്ളൊരു പ്രതികരണമായിരുന്നു. ദൈവത്തിന് ഇടം നൽകാത്ത ഒരു ലോകം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കാനുള്ള സംയോജിതമായ ആഹ്വാനവും അതായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൊടുത്തത്. ഒരു മതേതരവൽക്കരണം ഉണ്ടാകുന്നു. ദൈവത്തിന് ഇടം നൽകാത്തൊരു ലോകത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ശ്രമത്തെ ചെറുക്കാനുള്ള ഒരു സംയോജിതമായ ആഹ്വാനമായിരുന്നു തിരുഹൃദയ ഭക്തിയിലേക്ക് ജനത്തെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. മാർപ്പാപ്പ പറഞ്ഞതാണ് തിരുഹൃദയ ഭക്തി മതേതരവൽക്കരണത്തിനൊരു മറുമരുന്ന് കൂടിയാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ സ്വാധീനമുണ്ട്. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ ഭൗതികമായ അല്ലെങ്കിൽ മൗതികമായ അനുഗ്രഹങ്ങൾ, ദൈവികമായ അനുഭവങ്ങളാണ് തിരുഹൃദയത്തോടുള്ള ഭക്തി യൂറോപ്പിൽ പ്രചരിക്കാൻ കാരണമായെന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമുക്കറിയാം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ളതാണ്. തിരുഹൃദയ ഭക്തിയെ ഈ ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച വിശുദ്ധയാണ്. അതുപോലെ തന്നെ ആധുനിക മനുഷ്യൻ്റെ ഒരു ആവശ്യം ദൈവത്തെ അറിയാനും തങ്ങളെ തന്നെ അറിയാനും, അങ്ങനെ 3-ാം സഹസ്രാബ്ദത്തിലെ സ്ത്രീ പുരുഷന്മാർക്ക് ക്രിസ്തുവിൻ്റെ തിരുഹൃദയം ആവശ്യമായിരുന്നു. എന്തിനു വേണ്ടിയാ? സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തിയെടുക്കാൻ അവർക്കിത് ആവശ്യമായിരുന്നു. ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തിയെടുക്കാൻ 3-ാം സഹസ്രാബ്ദത്തിലെ വ്യക്തികൾക്ക് ദൈവത്തെ അറിയണം, തങ്ങളെ തന്നെ അറിയണം. ഈ രണ്ട് കാര്യവും നടക്കാൻ വേണ്ടി ഈ തിരുഹൃദയ ഭക്തിയുടെ ആഴത്തിലുള്ള ആത്മീയത ഇവർക്ക് ആവശ്യമായിരുന്നു. ഈ തിരുഹൃദയം അവർക്ക് ആവശ്യമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഈ ഭക്തി മനുഷ്യൻ്റെ ആഴത്തിലുള്ള ആത്മീയതയുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് സാധിക്കുമെന്ന്, തിരുഹൃദയ ഭക്തിക്ക് സാധിക്കുമെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്. ജാൻസനിസത്തിൻ്റെ പ്രശ്നവും മതേതരവൽക്കരണത്തിൻ്റെ പ്രശ്നവും, ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിൻ്റെ ഒരു സ്വാധീനമുണ്ടായിരുന്നു. അവൾക്ക് ലഭിച്ച ആ മൗതിക അനുഭവങ്ങളാണ്
തിരുഹൃദയത്തെ വളർത്തിയെന്ന് പറയുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് വിശുദ്ധ പിതാവ് അവസാനമായി പറഞ്ഞു വെക്കുന്ന കാര്യം, ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്: ഒരു ആധുനിക മനുഷ്യൻ്റെ ആഗ്രഹം, അവന് ദൈവത്തെ അറിയാനും തന്നെ തന്നെ അറിയാനുമൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അതൊരു അവൻ്റെ ആവശ്യമായിരുന്നു. ആ ആവശ്യത്തിന് ഉള്ള ഒരു മറുമരുന്നായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ആ ആവശ്യം എന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചാൽ, ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തിയെടുക്കാനുള്ളതായിരുന്നു. ആ സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തിയെടുക്കാൻ ഈ ഭക്തി, അതായത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആത്മീയ ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് സാധിക്കുമെന്നും കൂടി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു. അങ്ങനെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ തിരുഹൃദയ ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം. ഒന്നാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ബെനഡിക്റ്റ് 16-ാം മാർപ്പാപ്പയുടെ ഉൾക്കാഴ്ചയാണ്, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് കാണുക. ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഉൾക്കാഴ്ചയായിരുന്നു. ക്രിസ്തുവിൻ്റെ അടുപ്പവും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ഈശോയോടുള്ള അടുപ്പവും അവൻ്റെ സാന്നിധ്യവും നമ്മൾ തിരിച്ചറിയണം സാധിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർന്നിരിക്കുമ്പോഴാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിൻ്റെ ഒരു അടുപ്പം, അവൻ്റെ നമ്മോടുള്ള സ്നേഹം, അവൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് ആ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്. കാരണം ഈശോ നമ്മെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെപ്പോഴൊക്കെ അവനിലേക്ക് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ നിമിഷം അവൻ നമ്മെ ചേർത്ത് പിടിക്കും. അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും, അല്ലെങ്കിൽ അവൻ്റെയോ അല്ലെങ്കിൽ അവളുടെയോ ജീവിതത്തിന് ഒരു ഹൃദയം ആവശ്യമാണെന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുകയാണ്. ഈ ഹൃദയം സത്യത്തിൻ്റെയും നന്മയുടെയും ഉറവിടമാണ്. കൂടാതെ ദൈനംദിന ജീവിതത്തിലെ, അനുദിന ജീവിതത്തിലെ സംഭവങ്ങളെയും കഷ്ടപ്പാടുകളെയും ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന ഒരു ഹൃദയം ഓരോ വ്യക്തിക്കും ആവശ്യമാണ് എന്ന് പറയുകയാണ്. അതായത് ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഹൃദയം, അവൻ്റെ ഹൃദയമല്ല, അവൻ ആശ്രയിക്കാൻ സാധിക്കുന്ന, ഒരു വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ഹൃദയം ഉള്ളത് ആവശ്യമാണ്. സത്യത്തിൻ്റെയും നന്മയുടെയും ഉറവിടമായിരിക്കണം ആ ഹൃദയം. അനുദിന ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന ഹൃദയമായിരിക്കണം. ആ ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയമെന്നാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുക. നിശബ്ദതയിലായിരിക്കുമ്പോൾ പോലും കേവലം ഹൃദയമിടിപ്പ് മാത്രമല്ല അനുഭവപ്പെടേണ്ടത്, മറിച്ചത് ഈ ലോകത്തിൻ്റെ ഹൃദ്യമായ ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ സ്പന്ദനം കൂടി തിരിച്ചറിയുമെന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുകയാണ്. നിശബ്ദതയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയമിടിപ്പ് കേൾക്കാനായി സാധിക്കും. അങ്ങനെ നിശബ്ദതയിലായിരുന്നു കൊണ്ട് ഒരു ഹൃദയമിടിപ്പ് കേൾക്കുന്നത് മാത്രമല്ല, ആ ഒരു അനുഭവം മാത്രമല്ല നമുക്കുണ്ടാവേണ്ടത്. ശാന്തമായാൽ ഒരു പക്ഷേ നമുക്ക് ലോകത്തെ മാറ്റാൻ സാധിക്കും എന്നൊക്കെ പഠിപ്പിക്കുന്നത് പോലെ, നമുക്ക് നിശബ്ദതയിലായിരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ഹൃദയമിടിപ്പല്ല, ലോകത്തിൻ്റെ ഹൃദയമായ ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ സ്പന്ദനമാണ് നമ്മൾ അറിയേണ്ടതെന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുകയാണ്. ലോകത്തിൻ്റെ ഹൃദയമാണ് ഈശോ. ആ ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ സ്പന്ദനം ഓരോ വാക്കിലും, ഓരോ പ്രവൃത്തിയിലും, ഓരോ ചിന്തയിലും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഇത് ഈശോയുമായുള്ള ആഴമായ വ്യക്തിപരമായ ബന്ധത്തെയും അവൻ്റെ സാന്നിധ്യത്തെയും കുറിച്ചുള്ള ബോധ്യം നമ്മൾ ജനിപ്പിക്കും. ഈശോയെ നമ്മൾ നല്ലതുപോലെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ, എങ്കിൽ മാത്രമേ എനിക്ക് വേണ്ടി മുറിയപ്പെട്ട, എനിക്ക് വേണ്ടി കുത്തിത്തുറക്കപ്പെട്ട അവിടുത്തെ ഹൃദയത്തിൻ്റെ ഹൃദ്യമായ ആ സ്നേഹ സാന്നിധ്യത്തിൻ്റെ സ്പന്ദനം എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നത്. നമുക്കൊരു ഹൃദയം ആവശ്യമാണ്, എപ്പോഴും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു ഹൃദയം ആവശ്യമാണ്. അനുദിന ജീവിതത്തിൽ അത്
അനുഭവിക്കാൻ സാധിക്കുന്നൊരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. അത് നിശബ്ദമായിരിക്കുമ്പോൾ കേൾക്കേണ്ട ഒരു സ്വരം, ഒരു സ്പന്ദനം മാത്രമല്ല, മറിച്ച് ഈ ലോകത്തിനു വേണ്ടി ലോകത്തിൽ സജീവമായി നിൽക്കുന്ന ആ ഈശോയുടെ സ്പന്ദനം, അത് ആ ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ നമ്മളത് തിരിച്ചറിയുമ്പോൾ ഈശോവുമായിട്ടൊരു ആഴമായ വ്യക്തിപരമായ ബന്ധം, ആ ബന്ധം അതിൻ്റെ അനന്ത സാധ്യതകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുമെന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് നമ്മോട് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഖണ്ഡിക 82 മുതൽ 91 വരെ. ഇതിൽ നമ്മൾ കൂടുതൽ ചിന്തകളും കാലിക പ്രസിദ്ധിയും, അതായത് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകളും, അതുപോലെ ഈ ആനുകാലികമായ എൻ്റെ ഈ തിരുഹൃദയ ഭക്തിയുടെ അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് നമ്മൾ കാണാനായിട്ട് പോവുക. 82ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹത്തെ ദർശിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്നുള്ളൊരാശയമാണ് ഈ ഖണ്ഡികയിൽ നമ്മൾ കാണുക. ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപം അത് വിശിഷ്ടമാണെങ്കിൽ പോലും അവൻ്റെ സ്നേഹത്തെ ദർശിക്കുന്നതിനുള്ള ഏക മാർഗമല്ല എന്ന് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് പല വഴികളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെ ദർശിക്കാനുള്ള, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാനുള്ള, ക്രിസ്തുവിൻ്റെ നമുക്ക് വേണ്ടിയുള്ള കരുതലിനെ മനസ്സിലാക്കാനുള്ള ഏക മാർഗമായിട്ട് നമ്മൾ കാണരുത് എന്ന് പറയുകയാണ്. പല മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന് നമ്മൾ കരുതരുത് എന്ന് മാർപ്പാപ്പ വളരെ വ്യക്തമാക്കി പറയുകയാണ്. ഒരു മാർഗമല്ല, ഈശോയുടെ സ്നേഹത്തെ ദർശിക്കാൻ പല മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് ഏകമാർഗമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിരുന്നാലും ഈ ഭക്തിയെ ധ്യാനത്തിലൂടെയും സുവിശേഷ വായനയിലൂടെയും പക്വതയുള്ള ആത്മീയ വളർച്ചയുടെയും സമ്പന്നമാക്കുകയും ആഴത്തിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധ മാർപ്പാപ്പ പറയുന്നു, ഇത് ഏകമാർഗമല്ല എന്ന് പറഞ്ഞാലും ഈ തിരുഹൃദയ ഭക്തിയെ നമ്മൾ ആഴപ്പെടേണ്ടത് ആവശ്യമാണ്. ഒരു നല്ലൊരു മാർഗമാണ്, എന്നാൽ ഈ ഒരു മാർഗം മാത്രമല്ല ഉള്ളത്. ആയതിനാൽ ഈ തിരുഹൃദയ ഭക്തിയിൽ ആഴപ്പെടേണ്ടത് ആവശ്യമാണ്. ഈ ഭക്തിയെ ധ്യാനത്തിലൂടെ, സുവിശേഷ വായനയിലൂടെ, ഞാൻ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെയായിരിക്കുകയാണ്. നമ്മൾ അധ്യായത്തിൽ പഠിച്ച പോലെ നീയും ഞാനും ആയി മാറുകയാണ്. അപ്പോൾ സുവിശേഷ വായനയിലൂടെ, സുവിശേഷ വായന എന്ന് പറയുമ്പോൾ നമുക്കറിയാം വചനം മാംസമായി തീരുന്ന ഈശോയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം തന്നെ ഈശോയാണ്. അപ്പം സുവിശേഷ വായനയിലൂടെ പക്വതയുള്ള ആത്മീയ വളർച്ചയിലൂടെയും, പക്വതയുള്ള ആത്മീയ വളർച്ചയാണ് അത് നമ്മൾ ഈ 2-3 ദിവസം മുമ്പ് പഠിച്ചൊരു കാര്യമുണ്ടല്ലോ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം കാണുമ്പോൾ ആ ഒരു തിരുഹൃദയ രൂപത്തിൽ നിന്നും ഈശോയിലേക്ക് നമ്മൾ പോകണം എന്ന് പറയുന്നത് അതാണ് പക്വതയുള്ള ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞൊരു ഉദാഹരണം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചന്ദ്രനെ ചൂണ്ടുന്ന വിരൽ, അപ്പം ചൂണ്ടുവിരലിനെ അല്ല ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ചൂണ്ടുവിരലൊരു മാർഗ്ഗമാണ്, ദിശ കാണിക്കുക മാത്രമേ ഉള്ളൂ. അതുപോലെ ഈശോയുടെ രൂപം, തിരുഹൃദയ രൂപം എന്ന് പറയുന്നത് ഈശോയിലേക്ക് നയിക്കണം എന്നാണല്ലോ പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു രൂപം കാണുമ്പോൾ അത് ഈശോയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ആത്മീയതയുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുമ്പോൾ അത് പക്വതയുള്ളൊരു ആത്മീയതയല്ല. അങ്ങനെ പക്വതയുള്ളൊരു ആത്മീയ വളർച്ചയിലൂടെയും സമ്പുഷ്ടമാക്കുകയും ആഴത്തിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ആഴത്തിലാകണം. നമ്മുടെ ആത്മീയ വളർച്ചയെ അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയ ഭക്തിയെ സമ്പുഷ്ടമാക്കുകയും അതിൻ്റെ പഠനങ്ങളെ ആഴത്തിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. വീണ്ടും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ഔപചാരിക രൂപം മാത്രം ദൈവിക സ്നേഹത്തിൻ്റെ സമഗ്രവും സമ്പൂർണ്ണമായ അടയാളമായി അവകാശപ്പെടുന്നില്ല എന്ന് 12-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധീകരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ ചേർത്ത് വയ്ക്കുകയാണ്. അതായത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഔപചാരികമായ രൂപം അത് ദൈവിക സ്നേഹത്തിൻ്റെ സമഗ്രവും സമ്പൂർണ്ണവുമായ അടയാളമായിട്ട് അവകാശപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു രൂപം എന്ന് പറയുന്നത് കുറച്ചും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ രൂപം
ദൈവിക സ്നേഹത്തിൻ്റെ സമഗ്രത അതിൻ്റെ അകത്തുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. സമ്പൂർണ്ണത എവിടെ ഉണ്ടെന്ന് നമുക്ക് അതിനെല്ലാം ഉള്ളത് സമ്പൂർണ്ണവും അടയാളമായിട്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഈശോ തിരുഹൃദയത്തെ രൂപത്തെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ തിരുഹൃദയ രൂപത്തെക്കുറിച്ചോ ചിത്രത്തെക്കുറിച്ചോ പറയുന്നത് ഇതൊരു അടയാളമായി നമ്മൾ കാണാനായിട്ടേ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. കാരണം ഈ സ്നേഹത്തിൻ്റെ സത്ത പൂർണ്ണമായും ഒരു രൂപത്തിനും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ സത്ത, അതിൻ്റെ കാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഉൾച്ചേർന്നിരിക്കുന്ന കാര്യം മുഴുവനും പൂർണ്ണമായി ഒരു രൂപത്തിന് പ്രകടിപ്പിക്കാൻ പറ്റില്ല, ഒരു രൂപത്തിനും പറ്റത്തില്ല. അതുകൊണ്ട് തിരുഹൃദയം എന്നത് ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതീകം മാത്രമാണ്, അല്ലാതെ ദൈവിക സ്നേഹം അതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ദൈവസ്നേഹത്തെ ദർശിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നു മാത്രമേ ഈ പറയുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം ആകുന്നുള്ളൂ എന്ന കാര്യമാണ് പരിശുദ്ധ പിതാവ് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. 83-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് തിരുഹൃദയ ഭക്തി അത്യന്താപേക്ഷിതമാണ് എന്ന് പരിശുദ്ധ പിതാവ് ഈ ചാക്രിയ ലേഖനത്തിലെ 83-ാമത്തെ ഖണ്ഡികയിലൂടെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ദൈവീകവും മാനുഷികവുമായ സ്നേഹത്തിൻ്റെ രഹസ്യത്തോടുള്ള നമ്മുടെ വിശ്വാസവും ആരാധനയും പ്രകടിപ്പിക്കുന്നിടത്തോളം ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കർത്താവിൻ്റെ ദൈവികമായ ഭാവം, മാനുഷികമായ ഭാവം, ഈ രണ്ടും, ഈ മാനുഷിക സ്നേഹവും ദൈവിക സ്നേഹവും അതിനോടുള്ള ഒരു ഭക്തി, അതായത് ഈശോയുടെ ദൈവിക ഭാവത്തോടും മാനുഷിക ഭാവത്തോടുമുള്ള ആ രണ്ട് ഭാവത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ രഹസ്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും വേർതിരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഈശോയുടെ ദൈവിക ഭാവത്തെയും മാനുഷിക ഭാവത്തെയും അത് ഒന്നാണ്, രണ്ടായിട്ട് കാണരുത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചതാണ്. അത് ഇക്കാര്യം ഇവിടെ ഒന്ന് ഓർക്കുക. അതുകൊണ്ടാണ് ഇതിന് രഹസ്യമെന്ന് പറയുന്നത്. രഹസ്യം നമുക്കറിയാം, കുറച്ച് കാര്യങ്ങളെ പുറമേ കാണുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അതൊരു അടയാളമായി നിൽക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം അകമയാണ്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. വലിയ തത്വചിന്തകരായ ഒരു ദൈവശാസ്ത്രജ്ഞന്മാർ പരിശുദ്ധ തൃത്വത്തെ കണ്ടുപിടിക്കാൻ പോയിട്ട് അതിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ പോയിട്ട് എന്താ സംഭവിച്ചത് നമുക്കറിയാം. അങ്ങനെ സ്നേഹത്തിൻ്റെ രഹസ്യത്തോടുള്ള നമ്മുടെ വിശ്വാസം, രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, വിശ്വാസവും ആരാധനയും പ്രകടിപ്പിക്കുന്നിടത്തോളം, അതായത് ദൈവത്തിൻ്റെ ഈശോയുടെ ദൈവിക ഭാവത്തെയും മാനുഷിക ഭാവത്തോടും ആ വലിയ സ്നേഹത്തിൻ്റെ രഹസ്യത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ഈ തിരുഹൃദയ ഭക്തിയിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ കാര്യത്തിലെ, അല്ലെങ്കിൽ തിരുഹൃദയ ഭക്തിയിലൂടെയാണ് നമുക്ക് അവനുള്ള ആരാധനയിലും വിശ്വാസത്തിലും ആഴപ്പെട്ടു ആ ദൈവിക രഹസ്യങ്ങളെയും ഈശോയുടെ ദൈവികമായ ഭാവരഹസ്യങ്ങളെയും മാനുഷികമായ ഭാവരഹസ്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അർത്ഥത്തിൽ തിരുഹൃദയം എന്നത് സുവിശേഷത്തിൻ്റെ ഒരു സമുന്നയമാണ്. സുവിശേഷത്തിൽ ഈശോയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പഠിപ്പിക്കലുകളെ തിരുഹൃദയ ഭക്തി വളരെ മനോഹരമായി ഉൾക്കൊള്ളുന്നു. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കുറേ ഗുണങ്ങൾ നമ്മൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ ഈശോയുടെ വികാരങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു. അവൻ അനുകമ്പയുള്ളവനാണ്, കരയുന്നവനാണ്, അല്ലേ? മനുഷ്യരോട് അനുകമ്പ തോന്നിയിരുന്നു എന്ന് പറയുന്നുണ്ട്. 5 അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് അവരെ വിശക്കുന്നതെന്ന് ഓർത്ത്. അതുപോലെ കരയുന്നുണ്ട്, ലാസറിൻ്റെ മരണത്തെ ഓർത്ത് കരയുന്നുണ്ട്. ഇതെല്ലാം വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പാപിയാനിസിയോട് അവളെ വെറുതെ വിടുന്നുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിടുന്നുണ്ട്. അങ്ങനെ ഈശോയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പഠിപ്പിക്കലുകളാണ് നമ്മൾ സുവിശേഷത്തിൽ മുഴുവൻ കാണുക. ആ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പഠിപ്പിക്കലുകളുടെ ഒരു സമുന്നയം, അതായത് സുവിശേഷത്തിൻ്റെ വലിയൊരു സമുന്നയമാണ്
ഈ തിരുഹൃദയ ഭക്തിയിൽ കാണുന്നത് എന്ന് പരിശുദ്ധ പിതാവ് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. തിരുഹൃദയ ആരാധനയെ ആവേശത്തോടെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ചില വിശുദ്ധരുടെ ദർശനങ്ങൾ അല്ലെങ്കിൽ അതീന്ദ്രിയ കാഴ്ചപ്പാടുകൾ ദൈവവചനം എന്ന പോലെ വിശ്വാസികൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരല്ല എന്നുകൂടി മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. ഈ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഭക്തിയെ നമ്മൾ ആഴപ്പെടണമെന്ന് നാളിതുവരെയുള്ള, അതായത് 82 വരെയുള്ള ഖണ്ഡികകളിൽ പരിശുദ്ധ പിതാവ് പറയുമ്പോൾ അതിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തെറ്റിനെക്കുറിച്ച് അല്ലെങ്കിൽ അതുകൂടി പരിശുദ്ധ പിതാവ് വളരെ ഭംഗിയായിട്ട് പറയുകയാണ്. സ്വകാര്യ വെളിപ്പെടുത്തലുകൾ തിരുഹൃദയ ആരാധനയെ ആവേശത്തോടെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ചില വിശുദ്ധരുണ്ട്. അവർക്ക് ലഭിച്ചിരുന്ന ദർശനങ്ങൾ അല്ലെങ്കിൽ അതീന്ദ്രിയമായ കാഴ്ചപ്പാടുകൾ അതിനെ നമുക്കൊരു ആത്മീയ കാര്യമായി സ്വീകരിക്കാം. എന്നാൽ ദൈവവചനം എന്ന പോലെ വിശ്വാസികൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരല്ല. വിശ്വസിക്കുന്നത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതാണ് പറയുന്നത്, ദൈവവചനം നമ്മൾ 100% വിശ്വസിക്കണം, അത് പഠിക്കണം, പ്രചരിപ്പിക്കണം. അതുപോലെ തന്നെ ഈ വിശുദ്ധരുടെ ഈ കാഴ്ചപ്പാടുകളെ, ദർശനങ്ങളെ ദൈവവചനം പോലെ പഠിക്കണമെന്നും വിശ്വസിക്കണമെന്നും അത് മറ്റുള്ളവരോട് പറയണമെന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്ന് പരിശുദ്ധ മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. ആ കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ആ ഒരു മേഖലയിലൊക്കെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ മാർപ്പാപ്പ ഇത്ര ആവേശത്തോടെ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും നമ്മളിൽ തെറ്റുണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യഥാർത്ഥ ആരാധനയിൽ നമ്മൾ മാറിപ്പോകാതിരിക്കാൻ പരിശുദ്ധ പിതാവ് ഒരു സൂചന കൂടി നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ദൈവവചനം നമ്മൾ വിശ്വസിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ സ്വകാര്യ വെളിപ്പെടുത്തലുകൾ അത് വിശ്വസിക്കാനും പ്രഘോഷിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ തിരുഹൃദയ ഭക്തി ഒരു പ്രോത്സാഹനത്തിൻ്റെ വലിയ മേഖലയിലാണ് നിൽക്കുന്നത്. കൂടുതൽ പ്രോത്സാഹിപ്പിച്ചാൽ ആൾക്കാർ ഈ തിരുഹൃദയ ഭക്തിയിലേക്ക് കടന്നു വരും. എന്നാൽ ആരുടെയെങ്കിലും ആത്മീയ യാത്രയ്ക്ക് അവ സഹായകമാകുന്നില്ല എങ്കിൽ അവയെ പിന്തുടരാൻ ആരെയും നിർബന്ധിക്കുകയും ചെയ്യരുത്. ഈ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് നമുക്ക് ആൾക്കാരോടെല്ലാം പറഞ്ഞ് പഠിപ്പിക്കണം, അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അതിനുവേണ്ടി തന്നെയാണല്ലോ നമ്മൾ ഈ ഒരു തിരുഹൃദയ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഈ ചാക്രിക ലേഖനം പഠിക്കുകയും മറ്റുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കുകയും പഠിപ്പിക്കുകയും അത് നമുക്ക് പല വിധത്തിൽ പരീക്ഷകളിലൂടെയും ക്വിസ് മത്സരത്തിലൂടെയും അല്ലെങ്കിൽ ആത്മീയമായ ഒരു ധ്യാനം പോലെയുമൊക്കെ നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഇത് ആരുടെയെങ്കിലും ആത്മീയ യാത്രയ്ക്ക് അവ സഹായമാകുന്നില്ലെങ്കിൽ അവയെ നിർബന്ധപൂർവം അവരോട് പിന്തുടരാനായിട്ട് ആവശ്യപ്പെടരുത് എന്നും പരിശുദ്ധ പിതാവ് പറയുകയാണ്. കാരണം അവൻ്റെ ആത്മീയ യാത്രയ്ക്ക് ഈ ഒരു ചിന്തകൾ പറ്റുന്നില്ല എങ്കിൽ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ അറിവില്ലാത്തത് കൊണ്ടാണെങ്കിൽ ഇക്കാര്യം പഠിപ്പിക്കാം, അതേ ഉള്ളൂ. കാരണം ഈ മുമ്പ് പറഞ്ഞതുപോലെ ഇത് സുവിശേഷത്തിൻ്റെ സമന്വയമാണെന്നും ഈശോയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുന്ന ആ ഒരു സുവിശേഷത്തിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ ഒരു സമന്വയമാണ് ഈ തിരുഹൃദയ ഭക്തി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാം. വചനം പറഞ്ഞുകൊണ്ടും വചനം ഇഷ്ടംപോലെ വചനം നമ്മൾ കണ്ടല്ലോ. എഫേസുസുകാർക്കുള്ള ലേഖനത്തിലുള്ളത്, ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഹെബ്രായർക്കുള്ള ലേഖനത്തിലുള്ളത്, അതുപോലെ ഈശോ ഇഷ്ടംപോലെ വചനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വചനത്തെ വിളിച്ച് വേണമെങ്കിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അതാണ് ഈശോ പിതാവ് പറയുന്നത്. ആരെയും നിർബന്ധിക്കരുത്, മറിച്ച് പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ ഈ ഭക്തിയുടെ ഉത്ഭവം സ്വകാര്യ വെളിപ്പെടുത്തലുകളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാവില്ല എന്നും 12-ാം പിയൂസ് മാർപ്പാപ്പ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് പൊതുവായ സഭാപരമായ ഭക്തിയാണ്. അതുകൊണ്ട് ഈ ഭക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്ഭവം എന്നൊരു സ്വകാര്യ വെളിപ്പെടുത്തലുകളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാവില്ല എന്ന് തന്നെയാണ് 12-ാം പിയൂസ് മാർപ്പാപ്പ ചൂണ്ടിക്കാണിച്ചത്. ചിലരൊക്കെ പറയുന്നുണ്ട് അതൊരു സ്വകാര്യ വെളിപ്പെടുത്തൽ നിന്നും ഇത് ഉത്ഭവിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ 12-ാം പിയൂസ് മാർപ്പാപ്പ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. ഇത് ഒരു സ്വകാര്യ വെളിപ്പെടുത്തലുകളോട് കടപ്പെട്ടിരിക്കുന്നതൊന്നല്ല.
ഇത് ഒരു പൊതു സഭാപരമായ ഭക്തിയാണ്. ഈ കാര്യമാണ് വളരെ ശ്രദ്ധാപൂർവം ഈ കന്യക 83-ാമത്തെ കന്യക ഒന്നും കൂടെ വായിക്കുകയും വീണ്ടും വീണ്ടും കേൾക്കുകയും തെറ്റിലേക്ക് പോകാതിരിക്കാനായിട്ട്, സ്വകാര്യ വെളിപ്പെടുത്തലുകളും വചനവും അങ്ങനെ തെറ്റിലേക്ക് പോകാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധാപൂർവം പോകണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരിക്കൽ കൂടി ഞാനും ഓർമ്മിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം ഈ 83-ാം ഖണ്ഡിക വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ട് വേണം നമ്മളത് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ദീപികാരുണ്യ ഭക്തിയെ പോലെ അല്ല, ദൈവികാരുണ്യ ഭക്തി നമ്മൾ പ്രചരിപ്പിക്കേണ്ടതാണ്. ഇതിന് പ്രോത്സാഹനം മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഈ 84-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുഹൃദയ ഭക്തിയുടെ ഒരു കാലിക പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുണയിലും പാപമോചനത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും വിശുദ്ധ കുർബാന സ്വീകരണം പൂർണ്ണതയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അവർക്കുള്ള സമ്മാനമാണെന്ന് കരുതുകയും ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു. അതാണ് ജാൻസനിസം എന്ന് നമ്മൾ പഠിച്ചത്. അതിനുള്ളൊരു മറുപടിയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി. അപ്പോൾ ഈ ജാൻസനിസത്തിൻ്റെ ഒരു അതിപ്രസരം കാരണം ഈ തിരുഹൃദയ ഭക്തിയുടെ ഫലമായി രൂപം കൊണ്ടൊരു മാസാദ്യ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന സ്വീകരണം ഒരു ശക്തമായ സന്ദേശമായി വളർന്നു വന്നു. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ, ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന സ്വീകരണം എന്ന ഒരു ചിന്ത വളരെ ശക്തമായിട്ട് ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിന് കാരണം ഇതേ ഉള്ളൂ, അത് ജാൻസനിസം എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിക്ക് ഉള്ളൊരു മറുപടിയായിട്ടാണ്. ചിന്ത ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ കരുണയിലും പാപമോചനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അതായത് അത്ര പെട്ടെന്ന് തമ്പുരാൻ നമ്മുടെ പാപങ്ങൾ മോചിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് മുൻ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ വിശുദ്ധ കുർബാന പൂർണ്ണതയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അവർക്ക് മാത്രമുള്ള സമ്മാനമായി കരുതുകയും ചെയ്തൊരു സമയമാണ്. നമുക്കറിയാം, നമുക്ക് മനുഷ്യരാണ്, ബലഹീനതയുള്ളവരാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് പൂർണ്ണതയിലാണ്, പക്ഷെ പൂർണ്ണതയിൽ ജീവിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈശോയെ സ്വീകരിക്കേണ്ടത്, അവിടുത്തെ തിരുശരീരത്തെ സ്വീകരിക്കേണ്ടത് പൂർണ്ണതയിലാണ്. പൂർണ്ണതയെന്ന് പറയുമ്പം പാപമോചനം നേടി വരപ്രസാദ അവസ്ഥയിലായിരുന്നു കൊണ്ട് വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. അതാണ് സഭയുടെ യഥാർത്ഥ പഠനം. എന്നാൽ ഇവിടെ ജാൻസനിസം പറയുന്നത് പൂർണ്ണതയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അവർക്കുള്ള സമ്മാനമാണ് വിശുദ്ധ കുർബാന എന്നുള്ള ഒരു കാര്യമാണ് അവർ പഠിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി, അതിനൊരു മറുപടിയായിട്ട് തിരുഹൃദയ ഭക്തിയിലൂടെ ഒരു മാസാദ്യ വെള്ളിയാഴ്ചയുടെ ആചരണം കൂടുന്നു. അങ്ങനെ ആ മാസാദ്യ വെള്ളിയാഴ്ചയിൽ ഈശോയുടെ വിശുദ്ധ കുർബാന സ്വീകരണം കൂടി ശക്തമായ ആ ഒരു സന്ദേശം ലോകത്തിലേക്ക് കടക്കുകയാണ്. ഇത് വിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ കരുണയെയും എക്കാലവും നിൽക്കുന്ന സ്നേഹത്തെയും നമ്മെ അറിയുവാനുള്ള അവൻ്റെ ആ വലിയ ആഗ്രഹത്തെയും നമ്മെ അവനുമായുള്ള ഐക്യത്തിലേക്ക് ക്ഷണിക്കുന്നുവെന്ന വ്യക്തമായ തിരിച്ചറിവിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് ഈ മാസാദ്യ വെള്ളിയാഴ്ചയുടെ അല്ലെങ്കിൽ തിരുഹൃദയ ഭക്തിയുടെ ശക്തമായ സന്ദേശം വഴിയായിട്ട് വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ അതാണ് വിശുദ്ധ കുർബാനയിലുള്ള ആ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ കാരുണ്യം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു, പരിമിതമായവയിൽ പരിമിതിയില്ലാതെ കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കണ്ടായിരുന്നു അല്ലേ ഈ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ. പരിമിതമായതിൽ പരിമിതിയില്ലാത്തതിനെ നമ്മൾ കണ്ടിരുന്നു. അതാണ് വിശുദ്ധ കുർബാനയിൽ ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ വരുന്ന ഈ വിശുദ്ധ കുർബാനയിൽ തിരുഹൃദയത്തിൻ്റെ കാരുണ്യവും അവിടുത്തെ അനന്തമായ സ്നേഹവും ലോകാവസാനം വരെ നിൽക്കുന്ന സ്നേഹവും ആ തിരുഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ആ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന തമ്പുരാൻ്റെ ആ വലിയ കാത്തിരിപ്പും ആ ഒരു തിരിച്ചറിവ് മനുഷ്യന് കൊല്ലത്തിന് കൊടുക്കാനായിട്ട് സാധിച്ചു. കാരണം ജാൻസനിസം പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് തമ്പുരാനോട്ട് അടുക്കുക അത്ര എളുപ്പമല്ല, പാപമോചനം ലഭിക്കുക അത്ര എളുപ്പമല്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അത്ര എളുപ്പമല്ല, തമ്പുരാൻ്റെ കരുണ ലഭിക്കുക അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം
നമുക്ക് സാധ്യമാണ്, എളുപ്പമാണ്, നമ്മെ അവിടുന്ന് കാരുണ്യത്തോടെ നോക്കിയിരിക്കുകയാണ്, നമ്മളോടുള്ള സ്നേഹം അനന്തമാണ്, ലോകാവസാനം വരെ നമ്മുടെ കൂടെയുണ്ട് എന്നും അതുപോലെ നമ്മൾ തിരിച്ചുവരവിനായി ഇവിടെ കാത്തിരിക്കുകയാണ് എന്നും ഈ വിശുദ്ധ കുർബാനയുടെ പ്രത്യേകമായ ആചരണത്തിലൂടെ, ഈ പ്രത്യേകിച്ച് മാസാദ്യ വെള്ളിയാഴ്ചയുടെ ആചരണത്തിലൂടെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അത് ജാൻസനിസത്തിനുള്ളൊരു മറുപടിയായിട്ടാണ് വന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ ഭ്രാന്തമായൊരു വേഗത, ഭയങ്കര ഫാസ്റ്റായിട്ടാണല്ലോ ഓടുന്നത്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് 90K 2K എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ലോകം മുഴുവൻ ഓടുകയാണ്. ഇത് ലോകത്തിൻ്റെ ഭ്രാന്തമായൊരു വേഗതയാണ്. കമ്മ്യൂണിക്കേഷനിൽ ജനറേഷൻ ഗ്യാപ്പ് വളരെ കൂടി വരികയാണ്. ഉല്ലാസവേളകളോടുള്ള താല്പര്യം ഇന്ന് ലോകത്തിൽ കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉപഭോഗം, വിനോദം, സെൽഫോണുകൾ, സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയോടുള്ള അഭിനിവേശം കാരണം വിശുദ്ധ കുർബാനയുടെ ശക്തിയിൽ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തെ പോഷിപ്പിക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. വലിയൊരു താക്കീത് പരിശുദ്ധ പിതാവ് തരികയാണ്. ഇന്നത്തെ ലോകത്തിന് കിട്ടേണ്ട വലിയൊരു പ്രയോജനമാണ് വിശുദ്ധ പിതാവ് പറയുന്നത്. ലോകമിന്ന് ഫാസ്റ്റായിട്ട് ഓടുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാ വിധത്തിലുള്ള സൂപ്പർസോണിക് മിസൈലുകളും അങ്ങനെയൊക്കെയായിട്ട് ലോകം മുഴുവൻ ഓടുകയാണ്. ഉല്ലാസവേളകളോട് താല്പര്യം കൂടുകയാണ്. പ്രത്യേക ഒരു ജീവിതക്രമത്തിലേക്ക് മനുഷ്യമാകാൻ ഉപഭോഗം, നമുക്കറിയാം, ഇഷ്ടംപോലെ ഓൺലൈൻ സൈറ്റുകൾ വന്നതുകൂടി നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. വിനോദം, അതുപോലെ മൊബൈൽ ഫോണുകളുടെ വലിയ ഉപയോഗം, സാമൂഹ്യ മാധ്യമങ്ങൾ, അക്കൗണ്ട്സ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല. ജനിച്ചു വീണ കൊച്ചിന് തന്നെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് ഉണ്ടോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ അക്കൗണ്ട്സുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, ഇതിനോടുള്ള അഭിനിവേശം കാരണം നേരത്തെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് കൂട്ടുകാരെ വിളിക്കാനും അവരുടെ സൗഹൃദങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ അമിതമായ ഒരു അഭിനിവേശം കാരണം പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തെ പോഷിപ്പിക്കാൻ നമ്മൾ മറന്നു പോകുന്നുവെന്ന് പരിശുദ്ധ പിതാവ് വേദനയോടെ വലിയൊരു സത്യം നമ്മോട് അറിയുകയാണ് ഈ ഖണ്ഡികയിലൂടെ. ഒരു വർത്തമാനകാലത്തിൽ അതുകൊണ്ട് വിശുദ്ധ പിതാവ് പറയുന്ന കാര്യം ഇതാണ്: ഈ തിരുഹൃദയ ഭക്തിയിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം, ഈ ലോകത്തിൻ്റെ ഓട്ടത്തിൽ നമ്മൾ ആയിരിക്കാൻ പറ്റില്ല. ഉല്ലാസവേള നമുക്ക് വേണം, ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കണം, വിനോദം വേണം, മൊബൈലുകൾ വേണം, സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇവയുടെയൊക്കെ അഭിനിവേശം കാരണം നമുക്ക് പരിശുദ്ധ കുർബാനയെ ഒഴിവാക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. ഈശോയുടെ വിശുദ്ധ കുർബാനയോട് ചേർന്നിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു പക്വതയോടുകൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനൊരു സാഹചര്യം ഈ ഒരു തിരുഹൃദയ ഭക്തി സമാന രീതിയിൽ പ്രയോജനപ്രദമാണെന്ന് മാർപ്പാപ്പ പറയുകയാണ്. പ്രത്യേകിച്ച് ഈ കാലത്തിൻ്റെ ഈ ഓട്ടം ഇങ്ങനെ പോകുമ്പോൾ ഈശോയുടെ തിരുഹൃദയ ഭക്തിയിലൂടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലൊക്കെ നമുക്കൊന്ന് ശാന്തമായിട്ട് മുന്നോട്ട് പോകാൻ, ഒരു പക്വതയുള്ള ഒരു ആത്മീയത നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്കൊന്ന് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നുവെന്ന് പരിശുദ്ധ പിതാവ് 84-ാമത്തെ ഖണ്ഡികയിലൂടെ നമ്മോട് പറയുകയാണ്. 85-ാം ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1 മണിക്കൂർ ആരാധനയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുകയാണ്. നിർബന്ധമല്ലെങ്കിലും എല്ലാ വ്യാഴാഴ്ചയും 1 മണിക്കൂർ ആരാധനയിൽ ചെലവിടുന്ന രീതി തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ടതൊന്നാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. 1 മണിക്കൂർ, എല്ലാ വ്യാഴാഴ്ചയും 1 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ആരാധനയോടുകൂടി നമ്മളായിരിക്കണം. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഈ ആരാധനയുടെ സാരമെന്ന് പറയുന്നത്, നമ്മുടെ സഹോദരന്മാർക്കൊപ്പം ഐക്യത്തോടെ ഇത് ഭക്തിപൂർവ്വം നിർവഹിക്കുകയും ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം കുർബാനയിൽ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മനുഷ്യാവതാരമെടുത്ത വചനത്തിൻ്റെ ഹൃദയത്തിലൂടെ
മനുഷ്യവർഗത്തോടുള്ള ദൈവിക സ്നേഹത്തിൻ്റെ പ്രകടനവും അടയാളവുമായതിനെ നാം സഭയോടൊപ്പം ആരാധിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം പരിശുദ്ധ പിതാവ് പറയുകയാണ്, സഹോദരീ സഹോദരന്മാരോടൊപ്പം ഐക്യത്തോടെ ഇത് ഭക്തിപൂർവ്വം നിർവഹിക്കണം. എല്ലാവരും ഒരുമിച്ച്, ആ ഒരു ഭവനത്തിലാണെങ്കിൽ ഭവനത്തിലുള്ള എല്ലാം ഒരുമിച്ച്, ഒരു ഇടവയിലാണ് ഇടവയിലെല്ലാം ഒരുമിച്ച്, ഒരു മഠത്തിലാണ് മഠത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് സഹോദരീ സഹോദരന്മാരോടൊപ്പം ഐക്യത്തോടെ ഇത് നിർവഹിക്കണം. എന്ത്? ഈ ദിവ്യകാരുണ്യ 1 മണിക്കൂർ ആരാധന. അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ തേടേണ്ട കാര്യം എന്താണ്? മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഒന്ന്, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം. അതാണ് ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ കണ്ടെത്തേണ്ടത്. അതിൽ പരിശുദ്ധത പറയുന്നു, ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം കുർബാനയിൽ കണ്ടെത്തുകയും ചെയ്യണം. അത് ദിവ്യകാരുണ്യത്തിലും ആകണം. അതിനുശേഷം നമ്മൾ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിലും ആ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മനുഷ്യാവതാരമെടുത്ത വചനം, അതാണ് ഈശോ. ആ മനുഷ്യാവതാരമെടുത്ത വചനത്തിൻ്റെ ഹൃദയത്തിലൂടെ, അതായത് മനുഷ്യാവതാരം ചെയ്ത ഈശോയുടെ ഹൃദയത്തിലൂടെ, അതായത് തിരുഹൃദയത്തിലൂടെ മനുഷ്യവർഗത്തോടുള്ള ദൈവിക സ്നേഹത്തിൻ്റെ പ്രകടനം, അതായത് മനുഷ്യാവതാരമെടുത്ത വചനമാകുന്ന ഈശോ എന്ന് പറയുന്നത് മനുഷ്യകുലത്തോടുള്ള ദൈവിക സ്നേഹത്തിൻ്റെ പ്രകടനവും അടയാളവുമായതിന് ആയിരുന്നുവെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കും. അതായത് ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം പറുദീസ നഷ്ടപ്പെട്ടു പോയ മനുഷ്യകുലത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി, പിതാവുമായുള്ള ബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി മനുഷ്യാവതാരമെടുത്ത വചനമാകുന്ന ഈശോയുടെ ഹൃദയമാകുന്ന തിരുഹൃദയം, ആ തിരുഹൃദയത്തിലൂടെ പിതാവായ ദൈവം മനുഷ്യവർഗത്തോടുള്ള താൻ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകടനവും അടയാളവുമായതിനെ, അതാണ് ഈശോ എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. അതായത് ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനവും അടയാളവുമായിട്ടാണ് ഈ ഈശോയെ, ആ ഈശോയെ സഭയോടൊപ്പം ആരാധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, നമുക്ക് വേണ്ടി പിതാവ് കരുതി വച്ചിരിക്കുന്ന ആ വലിയ ഒരു സുദിനത്തിന് വേണ്ടി, തന്നോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി, നമ്മെ വിളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തന്നോടുകൂടി ആയിരിക്കാൻ വേണ്ടി നമ്മളിലുള്ള പാപഭാരങ്ങൾ മുഴുവനും ഏറ്റെടുത്ത ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണല്ലോ വിശുദ്ധ കുർബാന. അത് സഭയിലൂടെയാണ് നടക്കുന്നത്. അപ്പം ആ വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നത് സഭയോടൊപ്പം നമ്മൾ ആരാധിക്കുകയാണ്. അതുകൊണ്ടാണ് സഹോദരി സഹോദരന്മാരോടൊപ്പം ഐക്യത്തോടെ ഇത് ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ ആരാധിക്കുമ്പോൾ ഇത് കുർബാനയിലുള്ള ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തെയും അവൻ്റെ സ്നേഹത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുകയും അവനിലേക്ക്, ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യ ആരാധന 1 മണിക്കൂർ നിർബന്ധമായും എല്ലാ വ്യാഴാഴ്ചയും നിർബന്ധമായും ചെയ്യേണ്ടെന്നാണ്. നിർബന്ധമല്ലെങ്കിലും, പക്ഷേ ആ ഒരു പറച്ചിലില്ലാത്ത പിതാവ് പറയുന്നത് നിർബന്ധമായും തന്നെ ചെയ്യണമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് 85-ാമത്തെ ഖണ്ഡികയിലൂടെ. 86-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജാൻസനിസത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം അവരുടെ ഒരു തെറ്റിദ്ധാരണ എന്താണ് എന്ന് പരിശുദ്ധ പിതാവ് ഇവിടെ നമ്മളോട് പറയുകയാണ്. അതായത് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈശോയുടെ മാനുഷികവും ദൈവികവുമായ ഭാവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാനസികമായ കാര്യങ്ങളോടുള്ള അവരുടെ സംശയത്തെയാണ് പ്രധാനമായിട്ടും കാണുക. നിരവധി ജാൻസനിസ്റ്റുകൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവർ മാനുഷികവും വൈകാരികവും ശാരീരികവുമായ കാര്യങ്ങളെ സംശയത്തോടെയാണ് കണ്ടത്.
ഉന്നതൻ്റെ യഥാർത്ഥമായ ആരാധനയിൽ നിന്നും ഇവ നമ്മെ അകറ്റുന്നതായിട്ട് അവർ നിരീക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ആരാധനയിൽ നിന്നും അകറ്റുമെന്ന് പറയുന്നത്, അതായത് വൈകാരികവും ശാരീരികവുമായ കാര്യങ്ങൾ, മാനുഷികമായ കാര്യങ്ങൾ ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നതിൽ നിന്നും അകറ്റുമെന്നായിരുന്നു അവരുടെ ഒരു തെറ്റിദ്ധാരണ. എന്നാൽ ജനകീയ ഭക്ത്യാഭ്യാസങ്ങളെ അവർ കണ്ടത് വളരെ അപകടകരവും സഭാപരമായ മേൽനോട്ടവും ആവശ്യമുള്ളതൊരു കാര്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞല്ലോ, അതായത് പരിശുദ്ധമായി ജീവിക്കുന്നവന് മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു മനോഭാവത്തിലൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. ഈ ഒരു തെറ്റായ ആത്മീയവാദമായിരുന്നു എന്ന് 12-ാം പിയൂസ് മാർപ്പാപ്പ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദൈവത്തെ വളരെ ഉദാത്തവും വേറിട്ടതും വിദൂരസ്ഥനുമായി കണ്ട ഇവരുടെ ഈ ഒരു മനോഭാവത്തെ ഒരു തെറ്റായ ആത്മീയവാദം എന്നാണ് 12-ാം പിയൂസ് മാർപ്പാപ്പ ഇവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പറയാനുള്ള കാരണം ഇതാണ്: ഇത് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെ നിരാകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അടുത്തോട് ചെല്ലാൻ സാധിക്കില്ല. ദൈവത്തിന് നമ്മളെ മാനുഷികവും വൈകാരികവും ശാരീരികവുമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങെവിടെയോ ദൂരെ നമുക്ക് സാധാരണ മനുഷ്യന് എത്തിപ്പെടാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനെ, ദൈവത്തെയാണ് ജാൻസനിസ്റ്റുകൾ കൊണ്ടുവന്നത്. അത് തെറ്റായ ധാരണയാണ് എന്നും ഒരു തെറ്റായ ആത്മീയവാദമാണ് എന്നും 12-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ 86-ാമത്തെ ഖണ്ഡികയിൽ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. 87-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത് ജാൻസനിസത്തിൻ്റെ സ്ഥാനത്ത് ഒരു മതേതരവൽക്കരണം, അതായത് ദൈവത്തിൽ നിന്നും മുക്തമായൊരു ലോകം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു മതേതരവൽക്കരണത്തിൻ്റെ ശക്തമായ ഒരു തരംഗത്തിന് മുമ്പിലാണ് നാം നിൽക്കുന്നത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. ദൈവത്തിൽ നിന്നും ദൈവമില്ലാത്ത ഒരു ലോകത്തെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ശക്തമായ ഒരു തരംഗം ഇന്ന് ലോകത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. സമൂഹങ്ങളിൽ ദൈവവുമായി വ്യക്തിപരമായ യാതൊരു ബന്ധമില്ലാത്തതും അമൂർത്തവുമായ ആത്മീയതയുടെ പുതിയ പ്രകടനങ്ങൾ കണ്ടുവരുന്നു എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. അതായത് ദൈവവുമായിട്ട് വ്യക്തിപരമായ യാതൊരു ബന്ധമില്ലാത്ത കുറേ ആത്മീയ പ്രകടനങ്ങൾ, പുതിയ ആത്മീയ പ്രകടനങ്ങൾ വരുന്നുവെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. അതുപോലെ സഭയ്ക്കുള്ളിലെ ഒരു ജാൻസനിസ്റ്റ് ദ്വൈത്വവാദം കാണാൻ സാധിക്കും. സഭയ്ക്കുള്ളിലും ഈ പുതിയ രൂപങ്ങളിൽ വീണ്ടും വീണ്ടും ഈ ഒരു ശൈലി, ജാൻസനിസ്റ്റ് ശൈലി ഉയർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ആത്മീയ ജീവിതത്തിലെ ഈശോയുടെ മനുഷ്യത്വത്തെയും സ്നേഹത്തെയും നിരാകരിക്കുന്ന പ്രവണതകളാണ് കാണുന്നതെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. സഭയ്ക്കുള്ളിൽ ഈ ജാൻസനിസ്റ്റ് ശൈലികൾ വളർന്നു വരുന്ന ഒരു സാധ്യത പിതാവ് സൂചിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ ജ്ഞാനവാദം, നോക്റ്റിസിസം, ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്തു മതത്തിന് ആത്മീയമായി വലിയ ഭീഷണിയായിരുന്നു ഈ ജ്ഞാനവാദത്തിൻ്റെ. ആ ഭീഷണിയായിരുന്ന ജ്ഞാനവാദത്തിൻ്റെ ഒരു പുതിയ അവതാരം, അതിനൊരു പുതിയ അവതരണമാണ് ഈ പറഞ്ഞ മതേതരവൽക്കരണമെന്നാണ് പരിശുദ്ധ പിതാവ് എന്ന് പറയുന്നത്. ജ്ഞാനവാദത്തിൻ്റെ ഒരു പുതിയ അവതാരമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു തരത്തിലുള്ള ഒരു അവതരണമാണ് ഈ മതേതരവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൻ്റെ രക്ഷ എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ മടിക്കുകയാണ്. ഇത് ഭൗതിക ലോകത്തെയും മനുഷ്യൻ്റെ ശാരീരികതയും നിസ്സാരവൽക്കരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്താകാം, ശരീരത്തിൽ എന്തോ ആകാം എന്നുള്ള ചിന്തയെ പരിഹാരമായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത്, ഇക്കാരണത്താൽ തൻ്റെ സൃഷ്ടി ക്രിസ്തുവിലേക്ക് തിരിയുകയും അതിനോടുള്ള ഭക്തി പുതുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധ പിതാവ്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കണ്ടു കഴിയുമ്പോൾ പരിശുദ്ധ പിതാവ് ചെയ്യുന്നത് തമ്പുരാനിലേക്ക് നോക്കിക്കൊണ്ട് ആ ഭക്തി, ഈശോയുടെ തിരുഹൃദയത്തോടുള്ളൊരു ഭക്തി വളർത്തിക്കൊണ്ട് വരുവാനാണ്, പുതുക്കുവാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കാരണം ഈ ഒരു ഭക്തിയിൽ നമ്മളായിരുന്നു, ഈശോ നമ്മെ സ്നേഹിച്ചതാണ്, ആ ഈശോയുടെ സ്നേഹത്തിൽ നമ്മളായിരുന്നു. അതിൽ നിന്നും ഈ ഒരു മതേതരവൽക്കരണത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് തിരികെ ക്രിസ്തുവിലേക്ക് തന്നെ നമ്മളുടെ നോട്ടം കൊണ്ടുവരുവാനും
അതിനുവേണ്ടി വിശുദ്ധ പിതാവ് ക്ഷണിക്കുകയാണ്. ഈ ഭക്തി ഇന്നത്തെ ലോകത്തെ ദുർബല ഹൃദയരെ ആകർഷിക്കുമെന്നും അങ്ങനെ പഴയതും പുതിയതുമായ എല്ലാ വാദങ്ങളെയും ഫലപ്രദമായി പ്രതികരിക്കാൻ സഹായിക്കുമെന്നും പരിശുദ്ധ പിതാവ് കരുതുകയാണ്. അതായത് ഈശോയുടെ ആ ദൈവിക ഭാവത്തെയും മാനുഷിക ഭാവത്തെയും തകർത്തു കളയുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മതേതരവൽക്കരണം പോലെയുള്ള ജ്ഞാനവാദം പോലെയുള്ള അതുപോലെ തന്നെ ജാൻസണിസം പോലെയുള്ള പഴയതും പുതിയതുമായ എല്ലാ വാദങ്ങളെയും ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് ഈ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ ചെല്ലുക എന്നതും പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നു. 88-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബാഹ്യപ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനം എന്നാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുക. അതായത് ക്രിസ്തുവിൻ്റെ തിരുഹൃദയം നമ്മെ മറ്റൊരു തരം ഇരട്ടത്താപ്പിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. അതെന്താണെന്ന് പറയുന്നു. സമൂഹങ്ങളിലും വൈദികരിലും കാണുന്ന ബാഹ്യപ്രവർത്തനങ്ങളിൽ അമിതമായി കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അതിൽ നിന്നും ഈശോയുടെ തിരുഹൃദയം നമ്മെ മോചിപ്പിക്കുമെന്നാണ് പറയുന്നത്. അത് പരിശുദ്ധ പിതാവ് പറയുന്ന ഒരു ഇരട്ടത്താപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നതിന് പകരം സമൂഹങ്ങളിലും, അതായത് ജനങ്ങളിലും, സാധാരണ ജനങ്ങളിലും, സാധാരണ വിശ്വാസികളിലും, വൈദികരിലും കാണുന്ന, വിശുദ്ധ പിതാവ് വ്യക്തമായിട്ട് പറയുകയാണ്, വൈദികരിലും കാണുന്ന ബാഹ്യപ്രവർത്തനങ്ങളോടുള്ള അമിതമായ ആ ഒരു കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ബാഹ്യപ്രവർത്തനങ്ങളിൽ. ഉദാഹരണം വിശുദ്ധ പിതാവ് പറയുകയാണ്, സുവിശേഷവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഘടനാപരമായ പരിഷ്കരണങ്ങൾ ആവശ്യമാണ്. പക്ഷേ സുവിശേഷവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പരിഷ്കരണങ്ങൾ, അനാവശ്യമായ പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ, ലൗകിക പദ്ധതികൾ, വെറും പദ്ധതികൾ, ചിന്താഗതികൾ, വെറും ഭൗതിക ചിന്താഗതികൾ, നിർബന്ധിത പരിപാടികൾ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നുവെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഇതൊരു തരം ഇരട്ടത്താപ്പെന്ന് പിതാവ് വീണ്ടും ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ഇതിൻ്റെ ദോഷഫലം എന്ന് പറയുന്നത് ഇത്തരം പ്രവൃത്തികളിലൂടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആർദ്രമായ സ്വാന്തനങ്ങൾ, മറ്റുള്ളവരെ സേവിക്കുന്നതിലെ സന്തോഷം, ദൗത്യത്തോടുള്ള വ്യക്തിപരമായ പ്രതിബദ്ധത, ക്രിസ്തുവിനെ അറിയുന്നതിലെ സന്തോഷം, അവൻ്റെ സൗഹൃദത്തിൽ നിന്നും അവൻ്റെ ജീവിതത്തിന് നൽകുന്ന പരമമായ അർത്ഥത്തിൽ നിന്നും ഉരുവാകുന്ന അഗാധമായ നന്ദി എന്നിവയിൽ നിന്നെല്ലാം മനുഷ്യനെ അകറ്റിക്കളയും. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ദോഷഫലം. ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആവർത്തിച്ച് ധ്യാനിക്കേണ്ടതുണ്ട്. വൈദികരും സന്യസ്തരും എല്ലാവരും ഒരുപോലെ ധ്യാനിക്കേണ്ടതുണ്ട്. ഈ ഇരട്ടത്താപ്പ്, അതായത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും മാറി, അത് ഈശോയിൽ നിന്നും പരിപൂർണമായി മാറി ഈ ബാഹ്യപ്രവർത്തനങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആന്തരമായ സ്വാന്തനങ്ങൾ, മനുഷ്യരെ സേവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, ദൗത്യത്തോടുള്ള വ്യക്തിപരമായ പ്രതിബദ്ധത, ക്രിസ്തുവിനെ അറിയുന്നതിലെ സന്തോഷം, അവൻ്റെ സൗഹൃദത്തിൽ നിന്നും അവൻ്റെ ജീവിതത്തിന് നൽകുന്ന പരമമായ അർത്ഥത്തിൽ നിന്നും ഉരുവാകുന്ന അഗാധമായ നന്ദി, തമ്പുരാനോട് നന്ദി എന്നിവയൊന്നും അകറ്റുന്ന തലത്തിലായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പോവുക. അതുപോലെ ഒരു മിഥ്യാധാരണയും ഈ ലോകത്തിനുണ്ട് എന്ന് പറയുകയാണ്. ഇതൊരു മിഥ്യാധാരണയാണ്. അതായത് ഈ ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാതെ ഉള്ള അമിതമായ ബാഹ്യപ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു ലോകചിന്തയുടെ അടയാളമാണത്. യഥാർത്ഥ ആത്മീയതയിൽ നിന്നും വ്യതിചലിച്ച് പുറംപൂച്ചുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരു മിഥ്യാധാരണയാണ്. അതായത് ഈ പരിശുദ്ധ പിതാവ് പറയുന്നത് മറ്റൊരു ലോകചിന്തയുടെ അടയാളമാണ്. അതുകൊണ്ട് അമിതമായ ഈ ബാഹ്യപ്രവർത്തനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതിൽ നിന്നും മാറണമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ദോഷഫലം എന്താണെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു നമ്മൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് തിരികെ എത്തുക തന്നെ വേണം. 89-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുഹൃദയഭക്തിയുടെ ഒരു പുതിയ ദർശനമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുക.
ഒരു കാലത്ത് വ്യാപകമായ ഈ മനോഭാവങ്ങൾക്ക് നാം ഒരിക്കൽ വഴങ്ങിക്കഴിഞ്ഞാൽ, അതായത് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, ഈ ഭൗതിക ചിന്തയിലേക്ക് ഒത്തിരി അങ്ങോട്ട് നമ്മൾ വഴങ്ങിക്കഴിഞ്ഞാൽ അവയിൽ നിന്ന് മോചനം നേടാനുള്ള എല്ലാ ആഗ്രഹവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതായത് ഈ ലോകത്തിൻ്റേതായ ചിന്തകളിൽ നിന്നും മോചനം നേടാനുള്ള ആഗ്രഹം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകുമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. മുമ്പത്തെ 88-ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗത്ത് വരുന്ന ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്, ഈ ലോകചിന്തയിലേക്ക് ധാരാളമായി കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രക്ഷപ്പെടണമെന്നുള്ള, അതിൽ നിന്ന് മോചനം തേടണമെന്നുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊരു പുതിയ ദർശനം വേണമെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. തിരുഹൃദയം പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു പുതിയ ദർശനം നമുക്ക് ആവശ്യമാണ്. ആയതിനാലാണ് പരിശുദ്ധ പിതാവ് ഈ ചാക്രി ലേഖനം എഴുതുന്നതിൻ്റെ കാരണം അതാണല്ലോ. മുഴുവൻ സഭയ്ക്കും നിർദ്ദേശിക്കുന്നതിലേക്ക് ഇത് മാർപ്പാപ്പയെ നയിക്കുകയാണ്. ഈ ഒരു പുതിയ ദർശനം മുഴുവനും സഭയ്ക്ക് നൽകാനായിട്ട് മാർപ്പാപ്പ തയ്യാറായതിൻ്റെ കാരണം അതാണ്. കാരണം ഒരിക്കൽ ആ ഒരു ഭൗതികതയിലേക്ക് മനുഷ്യൻ വീണുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം തേടി പോരണമെന്നുള്ള ആഗ്രഹം പോലും ഇല്ലാതായി പോരുമെന്ന് പരിശുദ്ധ പിതാവിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു പുതിയ ദർശനം നൽകാനായിട്ട് ഈ ചാക്രി ലേഖനം പരിശുദ്ധ പിതാവ് എഴുതുന്നത്. ഇതൊരു സുവിശേഷത്തിൻ്റെ സമന്വയമായിരുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ സത്യങ്ങളും നമ്മൾ ആരാധിക്കുകയും വിശ്വാസത്തിൽ അന്വേഷിക്കുകയും നമ്മുടെ ആഴത്തിലുള്ള ആവശ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന എല്ലാറ്റിൻ്റെയും സമന്വയമായ സുവിശേഷം മുഴുവനും നാം തിരുഹൃദയത്തിൽ കാണുന്നുവെന്ന് മുൻപത്തെ ഖണ്ഡികകൾ നമ്മൾ പഠിച്ചത് പരിശുദ്ധ പിതാവ് ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. ഇത് ഒരു സ്വകാര്യ വെളിപ്പെടുത്തൽ, അവിടെ പറഞ്ഞ ഇത് സ്വകാര്യ വെളിപ്പെടുത്തലല്ല, ഇത് സുവിശേഷത്തിൻ്റെ തന്നെ ഒരു സമന്വയമാണ്. ഈശോ ഈ ഭൂമിയിൽ നടന്നതും ജനിച്ചതും ഈ ഭൂമിയിൽ ചെയ്തതുമായ കാരുണ്യപ്രവൃത്തികളുടെയും സ്നേഹപ്രവൃത്തികളുടെയും കരുതലിൻ്റെയും സൗഖ്യപ്പെടുത്തൽ എല്ലാത്തിൻ്റെയും കൂടുന്ന ആ ഒരു സുവിശേഷത്തിൻ്റെ സമന്വയമാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മൾ കാണുക. അതുകൊണ്ട് ആ ഒരു പുതിയ ദർശനത്തിലേക്ക് നമ്മളെല്ലാവരും തിരികെ വരണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അല്ല എങ്കിൽ നമ്മൾ ഈ പഴയ ഭൗതിക ചിന്തയിലേക്ക് തന്നെ കൂടുതൽ കടന്നു പോയി കഴിഞ്ഞാൽ, അതിലാഴപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭൗതിക ചിന്തയിൽ നിന്നും ഭൗതിക തലത്തിൽ നിന്നും മോചനം പോലും ഉണ്ടാവണമെന്ന ആഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നു വീണ്ടും പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ സമന്വയമായ തിരുഹൃദയത്തിലേക്ക് നമ്മൾ തിരികെ എത്തുന്ന ഒരു പുതിയ ദർശനം ആയിട്ടാണ് പരിശുദ്ധ പിതാവ് ഈ ചാക്രി ലേഖനം നമുക്ക് നൽകുന്നതെന്നാണ് 89-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. 90-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ തെരേസായുടെ മാതൃകയാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു, ഒരു സുവിശേഷത്തിൻ്റെ മനുഷ്യാവതാര സമന്വയമാണ് ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെ സുവിശേഷത്തിൻ്റെ മനുഷ്യാവതാര സമന്വയമെന്ന് പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് ഈ ചാക്രിക ലേഖനത്തിലൂടെ പറയുകയാണ്. ഉണ്ണീശോയുടെ വിശുദ്ധ തെരേസായുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഒരു ഹൃദയംഗമമായ വിശ്വാസം വളർത്തിയെടുക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. എന്നിട്ട് വിശുദ്ധ ഉണ്ണീശോയുടെ വിശുദ്ധ തെരേസ പറഞ്ഞ കാര്യം പറയുകയാണ്. ഹൃദയംഗമമായ വിശ്വാസം നമ്മിലല്ല നാം അർപ്പിക്കേണ്ടത്, മറിച്ച് നമ്മെ നിരുപാധികം സ്നേഹിക്കുകയും ഈശോ മിശിഹായുടെ കുരിശിൽ എല്ലാം നമുക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്ക് നമ്മൾ അർപ്പിക്കണം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഈ വിശുദ്ധ തെരേസയുടെ മാതൃക എടുത്തുകൊണ്ട് ഈ ഹൃദയംഗമമായ വിശ്വാസം നമ്മിലല്ല നാം അർപ്പിക്കേണ്ടത്, നമ്മെ നിരുപാധികം സ്നേഹിക്കുന്ന ഈശോ മിശിഹായെ കുരിശിൽ, ആ ക്രിസ്തുവിൻ്റെ കുരിശിൽ എല്ലാം നമുക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്കാണ് നമ്മൾ ഹൃദയംഗമമായ വിശ്വാസം അർപ്പിക്കേണ്ടതെന്ന് പാപ്പ പറയുകയാണ്.
ഇത് സ്വയം ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ സ്വയം ആശ്രയിക്കരുത്. അത് ഉണ്ണീശോയുടെ വിശുദ്ധ ത്രേസ്യയും പഠിപ്പിക്കുന്നത് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ സ്നേഹം കണ്ടെത്തിയതിനാലാണ് വിശുദ്ധ തെരേസയ്ക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞത്. അവിടുന്ന് തൻ്റെ അനന്തമായ കരുണ എനിക്ക് നൽകി, അതിലൂടെ ഞാൻ ദൈവീക പൂർണ്ണതയെ ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിശുദ്ധ തെരേസയുടെ അനുഭവം. അവിടുന്ന് തൻ്റെ അനന്തമായ കരുണ എനിക്ക് നൽകി, അതിലൂടെ അവിടുന്ന് നൽകിയ കരുണയിലൂടെ ഞാൻ ദൈവീക പരിപൂർണതയെ ധ്യാനിക്കുന്നു, ആരാധിക്കുന്നു. അതാണ് വിശുദ്ധ ഉണ്ണീശോയുടെ വിശുദ്ധ തെരേസയിലൂടെ വിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത്. ലളിതമായൊരു സുഹൃതജപം ചൊല്ലാനായിട്ടാണ് പറയുന്നത്. ഒരു അസ്ത്രം പോലെ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോട് ഈശോയെ ഞാൻ നിന്നിൽ പ്രത്യാശിക്കുന്നു എന്ന ലളിതമായൊരു സുഹൃതജപം പ്രാർത്ഥിക്കുന്നത് വഴി മറ്റു വാക്കുകളൊന്നും ആവശ്യമില്ല. ഈ ഒരു സുഹൃത ജപം വഴി ദൈവത്തിലൂടെ നമ്മുടെ പരിപൂർണമായ വിശ്വാസത്തെയും ആശ്രയത്തെയും പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ പിതാവ് പറയുവാണ്. ഈശോയുടെ ഹൃദയത്തോട് ഈശോയെ ഞാൻ നിന്നിൽ പ്രത്യാശിക്കുന്നു എന്ന ഏറ്റവും ചെറിയൊരു സുഹൃത ജപം ചൊല്ലിയാൽ അതൊരു അസ്ത്രം പോലെ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോട് നമ്മെ ചേർത്തിരുത്തുമെന്ന് പറയുന്നത്. ഈ കാര്യങ്ങളാണ് വിശുദ്ധ തെരേസയുടെ ഒരു മാതൃകയിലൂടെ ഹൃദയംഗമമായ വിശ്വാസം ഉണ്ടാവണം. ആ ഹൃദയംഗമായ വിശ്വാസം എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തെ നമുക്ക് നൽകിയ പിതാവായ ദൈവത്തിൻ്റെ കരുണയിലാണ് ഹൃദയംഗമായ വിശ്വാസം ഉണ്ടാകേണ്ടതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ ലളിതമായ ഒരു സുഹൃദേവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോയെ ഞാൻ നിന്നിൽ പ്രത്യാശിക്കുന്നു. നമുക്കും ആ ഒരു സുഹൃദേവം ചൊല്ലിക്കൊണ്ട് ഈ 90ാം ഖണ്ഡികയുടെ പഠനം നമുക്ക് സമാപിക്കാം. ഈശോയെ ഞാൻ നിന്നിൽ പ്രത്യാശിക്കുന്നു. 91ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി തുടർന്ന് വരുന്ന അധ്യായങ്ങൾക്കുള്ള ഒരു ആമുഖമാണ് ഈ ഒരു ഖണ്ഡികയിൽ പറയുന്നത്. 2 ആവശ്യ ഘടകങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അടുത്ത അധ്യായങ്ങളിൽ സമകാലിക തിരുഹൃദയഭക്തിയോട് സമുന്നയിക്കേണ്ട 2 പ്രധാനപ്പെട്ട ആവശ്യ ഘടകങ്ങൾ ഊന്നി പറയുകയാണ്. 1 വ്യക്തിപരമായ ആത്മീയ അനുഭവം, 2 കൂട്ടായ മിഷണറി പ്രതിബദ്ധത. വ്യക്തിപരമായ ആത്മീയ അനുഭവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മെ പോഷിപ്പിക്കുകയും സുവിശേഷത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് തുടർന്ന് വരുന്ന ദിവസങ്ങൾ നമ്മൾ കാണാനുള്ളത് കൊണ്ട് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം, വ്യക്തിപരമായ ആത്മീയ അനുഭവം. 2 കൂട്ടായ മിഷണറി പ്രതിബദ്ധത എന്നതിനാൽ പിതാവ് ആഗ്രഹിക്കുന്നത് ഇത് നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രതിബദ്ധതയാണ്. ഈ 2 കാര്യങ്ങളാണ് ഈ 91ാം ഖണ്ഡികയിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് അടുത്ത അധ്യായത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു കീ അല്ലെങ്കിൽ ഒരു കാര്യം പിതാവ് ഒരു ആമുഖമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൻ്റെ ഒരു ഉപസംഹാരം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി എന്നത് കേവലം ഒരു പഴയ ആചാരമല്ല എന്നും അത് മറിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയുള്ളതും നമ്മുടെ ആത്മീയ ജീവിതത്തെ ആഴപ്പെടുത്തുവാൻ സഹായിക്കുന്നതുമായ ഒരു മാർഗമാണ് എന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലും കാരുണ്യത്തിലും നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ബാഹ്യമായ പ്രവൃത്തികളേക്കാൾ ആന്തരികമായ വിശ്വാസബന്ധത്തിന് പ്രാധാന്യം നൽകാനും സുവിശേഷത്തിൻ്റെ കാതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ക്ഷണിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു പോയ കാര്യമായതുകൊണ്ടാണ് പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ 91ാം ഖണ്ഡികയും അവസാനിക്കുന്നു. നമ്മുടെ ഈ ക്ലാസ്സും അവസാനിക്കുകയാണ്. 3ാമത്തെ ചാപ്റ്ററും അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മുതൽ 4ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം.